ഇന്ന് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പറയുന്നത് സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ആൻഡ് സിലിക്കൺ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കാർബണിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടായിട്ട് കാർബൺ മോണോക്സൈഡ് ആണ്. അതേപോലെ സിലിക്കണിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടായിട്ട് സിലിക്കോൺസ് ആണ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. കാർബൺ മോണോക്സൈഡ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിപ്പറേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ പല രീതിയിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് ഡയറക്റ്റ് ഓക്സിഡേഷൻ ഓഫ് കാർബൺ ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ ഓർ എയർ ലീഡ്സ് ഇൻ കാർബൺ മോണോക്സൈഡ്. അതിൻ്റെ ഇക്വേഷനാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. 2C + O2 gives 2CO. അപ്പോൾ ഇവിടെ നമ്മൾ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ ആണ്. നമ്മൾ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ അത് കാർബൺ ഡയോക്സൈഡ് ആയിട്ടാണ് മാറുക. അപ്പോൾ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജനിൽ നമ്മൾ കാർബണിൻ്റെ ഓക്സിഡേഷൻ നടത്തുമ്പോഴാണ് നമുക്ക് കാർബൺ മോണോക്സൈഡ് കിട്ടുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ടു പ്രിപ്പയർ കാർബൺ മോണോക്സൈഡ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ പ്രിപ്പറേഷൻ ആണ്. അവിടെ പ്യുവർ കാർബൺ മോണോക്സൈഡ് ഈസ് പ്രിപ്പയർഡ് by dehydration of formic acid with concentrated sulfuric acid at 373 Kelvin. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ HCOOH അതിനെയാണ് നമ്മൾ ഫോർമിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ ഹീറ്റ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ്. അപ്പോൾ അതിലെ കംപ്ലീറ്റ് വാട്ടറും റിമൂവ് ചെയ്തിട്ട് H2O + CO അത് രണ്ടും സെപ്പറേറ്റ് ചെയ്തു പോവും. അപ്പോൾ നമുക്ക് കാർബൺ മോണോക്സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. നെക്സ്റ്റ് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഓൺ കൊമേഴ്ഷ്യൽ സ്കെയിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ പാസിംഗ് ഓഫ് സ്റ്റീം ഓവർ ഹോട്ട് കോക്ക്. The mixture of carbon monoxide and hydrogen thus produced is known as water gas or synthesis gas. അതിനെ വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് എന്ന് വിളിക്കും. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വി ആർ പാസിംഗ് സ്റ്റീം ഓവർ ഹോട്ട് കോക്ക്. അവിടെ കാർബൺ ആണ് കോക്കായിട്ട് അവിടെ ഇക്വേഷനിൽ കാണുന്നത്. സ്റ്റീം എന്ന് പറയുന്നത് വാട്ടറാണ് H2O. സോ C + H2O. ആരോൻ്റെ മുകളിൽ നമുക്ക് ടെമ്പറേച്ചർ കാണാം. 473 to 1273 കെൽവിൻ ആണ് അവിടെ ടെമ്പറേച്ചർ. വി ഗെറ്റ് കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. ആ കിട്ടിയ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ അതിനെ സിന്തസിസ് ഗ്യാസ് എന്നും വിളിക്കാറുണ്ട്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വെൻ എയർ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റീം. നമ്മൾ സ്റ്റീമിന് പകരം എയർ യൂസ് ചെയ്യുകയാണെങ്കിൽ എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് വിച്ച് ഈസ് കോൾഡ് പ്രൊഡ്യൂസർ ഗ്യാസ്. അവിടെ നമ്മൾ നാലാമത്തെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. കാർബൺ + O2 + 4N2. അവിടെ O2 + 4N2 എന്ന് പറയുന്നത് എയറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റീമിന് പകരം ഇവിടെ എയർ ആണ് നമ്മൾ സ്റ്റീമിന് പകരം യൂസ് ചെയ്യുന്നത്. ആരോൻ്റെ മുകളിൽ 1273 കെൽവിൻ എന്ന് കാണാം. അപ്പം നമുക്ക് കാർബൺ മോണോക്സൈഡ് പ്ലസ് നൈട്രജൻ കിട്ടും. അതിനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ ഗ്യാസ്. അപ്പോൾ എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്രൊഡ്യൂസർ ഗ്യാസ് ആൻഡ് വാട്ട് ഈസ് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ്. സോ വാട്ടർ ഗ്യാസ് ഓർ സിന്തസിസ് ഗ്യാസ് ഈസ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. പ്രൊഡ്യൂസർ ഗ്യാസ് ഈസ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ. ഇനി ഇവിടെ ഈ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡസ്ട്രിയലി വെരി ഇമ്പോർട്ടൻറ്റ് ഫ്യൂവൽ. കാരണം കാർബൺ മോണോക്സൈഡ് ഇൻ വാട്ടർ ഗ്യാസ് ആൻഡ് പ്രൊഡ്യൂസർ ഗ്യാസ് ക്യാൻ അണ്ടർഗോ ഫർദർ കമ്പഷൻ ഫോമിങ് കാർബൺ ഡയോക്സൈഡ് വിത്ത് ലിബറേഷൻ ഓഫ് ഹീറ്റ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഗ്യാസസും വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യും. കാരണം ഇറ്റ് ക്യാൻ അണ്ടർഗോ ഫർദർ കമ്പഷൻ ആൻഡ് ഇറ്റ് ലീഡ്സ് അല്ലെങ്കിൽ ഇറ്റ് ഗിവ്സ് കാർബൺ ഡയോക്സൈഡ് വിത്ത് ലിബറേഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്. അതുകൊണ്ടാണ് നമ്മളതിനെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ മോണോക്സൈഡ്. It is a colorless, odorless and almost water insoluble gas. ഇതൊരു കളർലെസ്, ഓർഡർലെസ്, സ്മെല്ലില്ലാത്ത ഗ്യാസാണ് ആൻഡ് ഓൾമോസ്റ്റ് വാട്ടർ ഇൻസോളിബിൾ ഗ്യാസ്.
It is a powerful reducing agent and reduces almost all metal oxides other than those of alkali and alkaline earth metals, aluminum and few transition metals. അപ്പോൾ ഇവിടെ ഒരു പവർഫുൾ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്, കാർബൺ മോണോക്സൈഡ്. അപ്പോൾ നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. Fe2O3ന്ന് Feനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഇക്വേഷൻ നോക്കാം. Fe2O3 + 3CO gives 2Fe + 3CO2. നെക്സ്റ്റ് ZnO, സിങ്കിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ZnO + CO gives Zn + CO2. So it is used for the extraction of metals. Next, carbon monoxide is highly poisonous because it has ability to form a complex with hemoglobin which is about 300 times more stable than oxyhemoglobin complex. This prevents hemoglobin in red blood corpuscles from carrying oxygen round the body and ultimately resulting in death. അതായത് കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. നോർമൽ കണ്ടീഷനിൽ ഓക്സിജൻ ആണ് ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യുക, എന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിനാണ് നമുക്ക് കിട്ടുക. പക്ഷേ കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് 300 ടൈംസ് മോർ സ്റ്റേബിൾ ദാൻ ഓക്സി ഹീമോഗ്ലോബിൻ. അതുകൊണ്ട് വൺസ് അത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലായത് കാരണം അത് പെട്ടെന്ന് നശിച്ചു പോവില്ല. അതുകൊണ്ട് നമ്മളെ ബോഡിയിൽ ഓക്സിജന് പകരം അവിടെ കാർബൺ മോണോക്സൈഡിൻ്റെ സപ്ലൈ ആണ് നടക്കുക. അത് നമ്മളുടെ ബോഡിയിലെ ഓക്സിജൻ്റെ ലെവൽ കുറയ്ക്കും ആൻഡ് ഫൈനലി ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഡെത്ത്. അതുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് ഈസ് എ പോയ്സണസ് ഗ്യാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചറിലേക്കാണ് പോണത്. ഇൻ കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ ദർ ഈസ് 1 സിഗ്മ ആൻഡ് 2 pi bonds between carbon and oxygen. Because of the presence of lone pair on carbon, carbon monoxide act as a donor and react with certain metals when heated to form മെറ്റൽ കാർബോണൈൽസ്. അപ്പോൾ മെറ്റൽ കാർബോണൈൽസ് ഫോം ചെയ്യും. അതേപോലെ കാർബൺ മോണോക്സൈഡ് ഈസ് റിഗാർഡഡ് ആസ് റെസനൻസ് ഹൈബ്രിഡ് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ. ഇവിടെ കൊടുത്ത 3 സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ റെസനൻസ് ഹൈബ്രിഡ് ആയിട്ടാണ് നമ്മൾ കാർബൺ മോണോക്സൈഡിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ 3 സ്ട്രക്ചറിൻ്റെയും ഇടയിലാണ് വരുന്നത്. ദാറ്റ് സ്ട്രക്ചർ ക്യാൻ എക്സ്പ്ലെയിൻ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ മോണോക്സൈഡ്. അടുത്തത് നമ്മൾ സിലിക്കണിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടായ സിലിക്കോൺസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സിലിക്കോൺസ് ആർ ഓർഗാനോ സിലിക്കൺ പോളിമറിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് സിലിക്കൺ ഓക്സിജൻ സിലിക്കൺ ലിങ്കേജസ്. These have the general formula R2SiO n times having R2SiO as a repeating unit. അവിടെ R2 R എന്ന് പറയുന്നത് ഇവിടെ CH3 ഗ്രൂപ്പാണ്, പിന്നെ SiO. ഈ ഒരു യൂണിറ്റ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സിലിക്കോൺസ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ ദ മാനുഫാക്ചർ ഓഫ് സിലിക്കോൺസ് ആർ ആൽക്കൈൽ ഓർ അറൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലിക്കൺ ക്ലോറൈഡ്സ്, ദാറ്റ് ഈസ് RnSiCl4-n, where R is alkyl or aryl group. അവിടെ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. When methyl chloride reacts with silicon in the presence of copper as a catalyst at a temperature of 573 Kelvin, various types of methyl substituted chlorosilane of formula MeSiCl3, Me2SiCl2, Me3SiCl with small amount of Me4Si are formed. Me എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ മീഥൈൽ ഗ്രൂപ്പിനെയാണ്, CH3 ഗ്രൂപ്പിനെയാണ്. അപ്പോൾ MESiCl3 എന്ന് പറയുമ്പോൾ CH3SiCl3 ആയിരിക്കും. Me2SiCl2 എന്ന് പറയുന്നത് CH3 2 times SiCl2. Me3SiCl എന്ന് പറയുന്നത് CH3 3 times SiCl ആണ്. Then hydrolysis of dimethyl dichlorosilane, that is CH3 twice SiCl2. അതിനെ തന്നെയാണ്
R2SiCl2 എന്ന് പറയുന്നത്. ഫോളോഡ് ബൈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഈൽസ് എ സ്ട്രെയിറ്റ് ചെയിൻ പോളിമർ. അപ്പോൾ നമുക്കിവിടെ സിലിക്കോൺസ് വെച്ചിട്ട് നമ്മൾ ഡോളൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഹ്യൂമനോട് നല്ല സിമിലാരിറ്റി തോന്നുന്ന സിലിക്കോൺ ഡോൾസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിനെക്കുറിച്ച്. അപ്പോൾ ആ ഒരു സിമിലാരിറ്റി കാരണം സിലിക്കോൺസ് നമ്മൾ അതിന് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ഇവിടെ CH3Cl plus Si in the presence of copper powder at 573 Kelvin gives CH3 2 times SiCl2. CH3 അതിനെയാണ് Me2SiCl2 എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യാണ്. ആ സമയം അവിടുന്ന് HCl റിമൂവ് ചെയ്യും. എത്ര വാട്ടർ ആണോ ആഡ് ചെയ്തത് അത്ര തന്നെ HCl അതിന്ന് റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഈ ക്ലോറിന് പകരം വാട്ടറിലെ OH ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് CH3 twice SiOH twice കിട്ടും. അപ്പോൾ ഇവിടെ ക്ലോറിന് പകരം വാട്ടറിലെ OH ആണ് വരുന്നത്. അതാണ് ഈ ക്ലോറിനാണ് HCl ആയിട്ട് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. അതാണ് നമ്മളുടെ R2SiOH twice ആണ് കിട്ടുക. ഇനി ഈ R2SiOH twice റിപ്പീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യും. അതിൻ്റെ പോളിമറൈസേഷൻ നടക്കും. പോളിമറൈസേഷൻ നടക്കുമ്പോൾ 2 യൂണിറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ, സപ്പോസ് ഈ യൂണിറ്റും ആണ് കമ്പൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഇവിടുന്ന് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ ഗെറ്റ് എലിമിനേറ്റഡ്. എലിമിനേഷൻ നടക്കുന്നത് ശ്രദ്ധിക്കണം. ഇതിത്തെ ഹൈഡ്രജനും ഇതിത്തെ OH പാർട്ടും കൂടിയും വാട്ടർ മോളിക്യൂളായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോവും. അങ്ങനെ ഈ സിലിക്കൺ, ഓക്സിജൻ, വീണ്ടും സിലിക്കൺ, അവിടെ ഒരു കണക്ഷൻ വരികയാണ്. ഈ സിലിക്കണായിട്ട് കണക്റ്റഡ് ആവുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? ഈ ഹൈഡ്രജനും ഈ OH ആണ് വാട്ടർ മോളിക്യൂളായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോയത്. അതേപോലെ ഈ യൂണിറ്റും കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിത്തെ ഹൈഡ്രജനും ഇതിത്തെ OHും കൂടി വാട്ടർ മോളിക്യൂളായിട്ട് എലിമിനേറ്റ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യും. അതുകൊണ്ടാണ് നമുക്കിവിടെ -H2O എന്ന് ആരോൻ്റെ താഴെ കാണാം. വാട്ടർ മോളിക്യൂളിൻ്റെ എലിമിനേഷനാണ് നടക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു പോളിമർ ചെയിൻ കിട്ടും. ഇവിടെ SiO ഓക്സിജൻ, ഈ ബ്രാക്കറ്റ് ഇട്ടതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ചെയിൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള മീനിങ് ആണ്. അതേപോലെ തന്നെ O, ഇവിടെ വീണ്ടും ബ്രാക്കറ്റ് ഇട്ടിട്ട് വീണ്ടും SiCH3CH3 N ടൈംസ്, ബ്രാക്കറ്റ് ഇട്ടിട്ട് N ടൈംസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചെയിൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെന്നാണ് അതിൻ്റെ മീനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു R2SiO എന്ന യൂണിറ്റാണ് റിപ്പീറ്റ് ചെയ്ത് വരിക. അപ്പോൾ ഇവിടെ R2 എന്ന് പറയുമ്പോൾ CH3 2 R ഗ്രൂപ്പ് വന്നില്ലേ. പിന്നെ SiO N ടൈംസ്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സിലിക്കോൺസ് എന്ന് വിളിക്കുന്നത്. The chain length of polymer can be controlled by adding CH3 thrice SiCl which blocks the end. അപ്പോൾ നമ്മൾ ഈ ഒരു ചെയിൻ ഇങ്ങനെ ലെങ്ത്ത് നീണ്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ആ ചെയിനിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണ്? CH3 thrice SiCl ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിലേക്ക്, ഇതാണല്ലോ നമ്മളുടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ്, അതിലേക്ക് നമ്മൾ CH3 thrice, ഇവിടെ 3 ഭാഗത്തും CH3 ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഈ ചെയിനിന് ഈ ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ പോളിമറൈസേഷൻ നടക്കുമ്പോൾ ഈ ഹൈഡ്രജനും ഈ OHും എലിമിനേറ്റ് ചെയ്ത് പോകും. ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ OH ഗ്രൂപ്പ് ഇല്ല, അതിന് പകരം ഇവിടെ CH3 ഗ്രൂപ്പാണ്. അതുകൊണ്ട് ചെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും, ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് റിസൾട്ടിങ് ചെയിൻ, അവിടെ സിലിക്കോണിൻ്റെ ചെയിൻ ലാസ്റ്റിൽ ഇവിടെ ഫൈനൽ പൊസിഷനിൽ CH3 വരും. അതോടുകൂടി ആ പോളിമർ ചെയിൻ അവിടെ ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കത് ടെർമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ CH3 thrice SiCl ആഡ് ചെയ്ത് കൊടുത്താൽ മതി. Next, uses of silicons. Silicons being surrounded by non-polar alkyl groups are water repelling in nature. ഇത് വാട്ടർ റിപ്പലിംഗ് നേച്ചർ ആണ് ഇത് കാണിക്കുന്നത്. കാരണം ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ നോൺ പോളാർ ആൽക്കൈൽ ഗ്രൂപ്പ്. CH3 ഗ്രൂപ്പ് അല്ലേ നമ്മൾ മുകളിലും താഴെയും കണ്ടു. അപ്പോൾ ആ ഒരു നോൺ പോളാർ ആൽക്കൈൽ ഗ്രൂപ്പ് അതിനെ സറൗണ്ട് ചെയ്യുന്നത് കാരണം അത് വാട്ടർ റിപ്പലിംഗ് ഇൻ നേച്ചർ ആണ്. ദേ ഹാവ് ഹൈ തെർമൽ സ്റ്റെബിലിറ്റി, a high dielectric strength and resistant to oxidation and
കെമിക്കൽസ്. അപ്പോൾ അതിന് ഹൈ തെർമൽ സ്റ്റെബിലിറ്റിയാണ്, ചൂടാക്കിയാലൊന്നും ഒന്നും സംഭവിക്കില്ല. ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ട്, റെസിസ്റ്റൻസ് ടു ഓക്സിഡേഷൻ ആൻഡ് അതർ കെമിക്കൽസ് ഒന്നും ആയിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. ദേ ആർ യൂസ്ഡ് ആസ് സീലൻറ്റ്, അതായത് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഓക്സിഡേഷൻ റെസിസ്റ്റൻ്റ് ആണ്, കെമിക്കൽസ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സീലൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്, സീൽ ചെയ്യാനുള്ള മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രീസസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്, ഇലക്ട്രിക് വയേഴ്സിൻ്റെ പുറത്തൊക്കെ നമ്മൾ ഇൻസുലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സിലിക്കോൺസ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഫോർ വാട്ടർ പ്രൂഫിംഗ് ഓഫ് ഫാബ്രിക്സ്, അതിൻ്റെ കാരണം നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് നോൺ പോളാർ ആൽക്കൈൽ ഗ്രൂപ്പ് സറൗണ്ട് ചെയ്യുന്നത് കാരണം വാട്ടർ റിപ്പലിംഗ് നേച്ചർ കാണിക്കും. അതുകൊണ്ടാണ് വാട്ടർ പ്രൂഫിംഗ് ഓഫ് ഫാബ്രിക്സിന് വേണ്ടിയിട്ട് നമ്മൾ സിലിക്കോൺസ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ലാസ്റ്റിൽ പറയുന്ന യൂസ് എന്ന് പറയുന്നത് being biocompatible, they are also used in surgical and cosmetic plants. Biocompatible എന്ന് പറയുന്നത് it is non toxic to living tissuesന് അത് ടോക്സിക് അല്ല. അതുകൊണ്ടാണ് നമ്മൾ സർജിക്കൽ ആൻഡ് കോസ്മെറ്റിക് പ്ലാന്റ്സിലും ഈ ഒരു സിലിക്കോൺസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് പി ബ്ലോക്ക് എലിമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ ബേസ്ഡ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.